കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ 3 എക്സാമ്പിൾസ് കണ്ടു. ആ 3 എക്സാമ്പിളിലൂടെ ഡിഫറെൻറ്റ് കേസസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഒരു ഗ്രാഫിക്കൽ അപ്രോച്ചാണ് നമ്മളവിടെ നടത്തിയത്. സോ ഇന്ന് നമ്മൾ മെട്രിസസ് യൂസ് ചെയ്തിട്ട് റോ റിഡക്ഷൻ എന്ന മെത്തേഡിലൂടെ ഒരു സിസ്റ്റത്തിനെ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പായി മെട്രിക്സ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. So what is a matrix? A matrix is actually a rectangular array of objects, but in our case it's a rectangular array of numbers. ഇവിടെ നമ്മൾ മെട്രിക്സസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കാണും ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ നിന്ന് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് അവരെയാണ് നമ്മൾ മെട്രിക്സസിൻ്റെ എൻട്രീസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, now മെട്രിക്സിൻ്റെ സ്ട്രക്ചർ നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു നമ്മളതിനെ എൻട്രീസിനെ A11, A12, A13 എക്സെട്ര A1n, A21, A22, A23 എക്സെട്ര A2n, അങ്ങനെ AM1, AM2, AM3 എക്സെട്ര AMn എന്ന് കൺസിഡർ ചെയ്താൽ it has m rows, right? And it has n columns. Okay, നമുക്കിനി റോ റിഡക്ഷനിലൂടെ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തെ സോൾവ് ചെയ്യുന്നത് നോക്കാം. So let's consider an example. Solve the system (2x minus z equal to 2), 6x plus 5y plus 3z is equal to 7, 2x minus y is equal to 4. So this system you consider actually you have 3 equations, right? And you have 3 unknowns, and the unknowns are x, y and z. നമ്മൾ ഇതിനെ എങ്ങനെയാണ് റോ റിഡക്ഷൻ വഴി സോൾവ് ചെയ്യുന്നത് നോക്കാം. So here we consider a matrix, say M. നമ്മൾ ഒന്നാമത്തെ ആ ഇക്വേഷനെ നമ്മൾ നോക്കിയാൽ അവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് 0 ആണ് നമുക്ക് കാണാം, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2, വൈയുടെ കോഎഫിഷ്യൻ്റ് 0, അതുകൊണ്ടാണ് അത് ആബ്സെൻ്റ് ആയത്, -1, റൈറ്റ്. സെക്കൻഡ് ഇക്വേഷൻ നോക്കുമ്പോൾ 6, 5, 3, 2, -1, ഇസഡ് ഇല്ലാത്തതുകൊണ്ട് അത് 0. സോ നോക്കിയാൽ മാട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലുള്ളത് ആരാണ്? ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് ആണ്. സെക്കൻഡ് റോയിലുള്ളത് സെക്കൻഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസും തേർഡ് റോയിലുള്ളത് തേർഡ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസുമാണ്. സോ അതിനെ നമ്മൾ എം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് സ്മോൾ ലെറ്റർ ആർ അതിനെ നമ്മൾ കോളം മെട്രിക്സ് XYZ എന്ന് കൺസിഡർ ചെയ്യും. ഇതായിരിക്കും അപ്പോൾ നമ്മുടെ വേരിയബിൾ മെട്രിക്സ്. വേരിയബിൾ മെട്രിക്സ് ഈസ് ഓൾവേസ് a column matrix. And ഒരു മെട്രിക്സും കൂടെ ഉണ്ട്, അതിനെ നമ്മൾ k എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ് k is 2, 7, 4. അതാരാണ്? അത് ആക്ച്വലി കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ആണ്. കോൺസ്റ്റൻറ്റ് മെട്രിക്സ്, ദി RHS ഓഫ് ദി സിസ്റ്റം. ഓക്കെ, ആൻഡ് വി ഹാവ് വൺ മോർ മെട്രിക്സ്, അതിന് ഞാൻ a എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. അത് ശരിക്കും പറഞ്ഞാൽ എമ്മിനെയും കെയെയും അഡ്ജോയിൻ ചെയ്തൊരു മെട്രിക്സ് ആണ്, എന്നുവെച്ചാൽ കൂട്ടിച്ചേർത്ത. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയും. ഓഗ്മെൻറ്റ് മീൻസ് ടു ജോയിൻ ടുഗദർ, റൈറ്റ്? ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. സോ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഇസ് വാട്ട്? ഇറ്റ്സ് ആക്ച്വലി 2, 0, -1, 6, 5, 3, 2, -1, 0, and we attach or we augment the constant matrix there. ഇങ്ങനൊരു സിമ്പിൾ കൊടുത്തിട്ട് നമുക്കതിനെ വേണേൽ സെപ്പറേറ്റ് ചെയ്യാം, നിർബന്ധമില്ല, വേണേൽ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. സോ നൗ ലെറ്റ്സ് സീ ഹൗ ടു റെഡ്യൂസ് ദിസ് റോ റിഡക്ഷൻ. ഓക്കെ, സോ റോ റിഡക്ഷനിൽ നമ്മൾ ആക്ച്വലി ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമുക്കറിയാം. അവിടെ നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിരുന്നു റോ റിഡക്ഷൻ.
അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ലെറ്റ് മീ കോൾ ഇറ്റ് ഇക്വേഷൻ 1. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ് നമ്മൾ A11th എൻട്രി, റൈറ്റ്, ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുള്ള എൻട്രി. അതിനെ നമ്മളൊന്നും ചെയ്യില്ല, പക്ഷേ താഴെയുള്ള ഇവരെ രണ്ടുപേരെയും 0 ആക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇൻവേഴ്സ് കാണുമ്പോൾ നമ്മൾ ഇതിനെ 1 ആക്കിയിരുന്നു, ബട്ട് ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അതിനെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള ഈ രണ്ട് എലമെൻറ്റ്സിനെ 0 ആക്കുകയാണ്. സോ അതിനെ നമ്മൾ എന്താ ചെയ്യുക? വി വിൽ യൂസ് ദിസ്. R2 ചേഞ്ചസ് ടു റോ 2, റൈറ്റ്, ചേഞ്ചസ് ടു R2 മൈനസ് 3R1. അതുപോലെ R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് എന്ന് നോക്കുക. സോ ഇവിടെ റോ 1 ചേഞ്ച് ഒന്നുമില്ല, സോ ഇറ്റ് റിമെയിൻസ് ആസ് ഇറ്റ് ഈസ്. ദിസ് ബിക്കംസ് 0. അത് 0 ആക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിത് യൂസ് ചെയ്തത്. വാട്ട് ഹാപ്പൻസ് ടു ദ സെക്കൻഡ് entry? It becomes 5 itself, then it becomes 6, and the next becomes 1. Then this becomes 0, then this -1, this becomes 1, and this becomes 2. Okay, ഇനി അടുത്ത സ്റ്റെപ്പിൽ 2th entry ഇതാണ് വന്നേക്കുന്നത് അല്ലേ. എന്നാൽ ഇവിടെ -1 ഉണ്ട്. സോ 5ന് പകരം -1 ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ട് so we will do an interchange. റോ 2ഉം റോ 3യും തമ്മിലൊരു ഇൻ്റർചേഞ്ച് നടത്തുന്നത് നല്ലതാണ്. സോ റോ 2 ഇൻ്റർചേഞ്ചസ് ടു റോ 3, അതും എലമെൻ്ററി ഓപ്പറേഷൻ്റെ ഒരു ഭാഗമാണ്. സോ അപ്പോൾ റോ 1 സ്റ്റാൻഡ് സ്റ്റിൽ, റോ 2ഉം റോ 3യും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും, റൈറ്റ്. അപ്പോൾ A22th എൻട്രി -1 ആയി. അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തതുപോലെ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? മുകളിലുള്ള എൻട്രിയും താഴെയുള്ള എൻട്രിയും 0 ആക്കുക. ഇത് ഓൾറെഡി 0 ആണ്, സോ ഇനി 5നെ 0 ആക്കിയാൽ മതിയാവും. സോ അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. സോ 5നെ 0 ആക്കാൻ നമ്മൾ റോ 2നെ ഡിപ്പെൻഡ് ചെയ്യും. സോ R3യിലാണ് 5 ഉള്ളത്, സോ R3 ചേഞ്ചസ് ടു R3 പ്ലസ് 5R2 ചെയ്താൽ മതിയാവും, റൈറ്റ്. അപ്പോൾ 2 0 -1 2 remains unchanged. This also remains unchanged, and this becomes what? Either 0 തന്നെ, either 0. Next one is, I think it is 11, and next one is also 11, right? Okay. ഇനി നമ്മൾ നോക്കിയാൽ ഈ സ്റ്റെപ്പിൽ 2 11 ഉണ്ട്. അപ്പോൾ സിമ്പിൾ ആകാൻ വേണ്ടി നമുക്ക് തേർഡ് റോയെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ വാട്ട് ഹാപ്പൻസ്? വൺ ആകും രണ്ടിടത്തും, റൈറ്റ്. ഓക്കെ, ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്നും വിളിക്കാം. നൗ കമ്പയർ ഇക്വേഷൻ 1 and 2. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ 1ൻ്റെ പുറകിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതിയത്. ഇക്വേഷൻ 2ൻ്റെ പുറകിലും ആക്ച്വലി അതേ സിസ്റ്റമാണുള്ളത്. ഇപ്പോൾ എലമെൻ്ററി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോ റിഡക്ഷൻ ചെയ്യുമ്പോൾ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷന് മാറ്റം വരില്ല, എന്നാൽ കോഎഫിഷ്യൻസിന് മാറ്റം വരും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2ൽ കിട്ടിയ സിസ്റ്റത്തിനെ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ വാട്ട് വിൽ ദാറ്റ് ബി? 2x minus z is equal to 2, right? And from the second one, this is the first and this is the second one, it becomes -y plus z is equal to 2, right? Then at last z is equal to 1. See, ഒറ്റയടിക്ക് നമുക്ക് z കിട്ടി, zൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. Now back substitution means zൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മളതിനെ മുകളിൽ കൊടുക്കുമ്പോൾ -y plus 1 is equal to 2. So what is our y? y becomes -1. See, ഇനിയും അതേപോലെ ഏറ്റവും ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 2x minus 1 is equal to 2 എന്ന് വരും. So x is equal to 3/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. So this is our solution. x is equal to 3/2, y is equal to -1 and z is equal to 1. ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. So this is our final answer. So hope you understood.